വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. തൃശൂർ രാമനിലയത്തിൽ നിർണായക രാഷ്ട്രീയ കൂടിക്കാഴ്ച എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നു. എം.കെ. രാഘവൻ എം.പി. രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സൂരജ് സജി നൽകും തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. സൂരജ്, മാടായി കോളേജിലെ നിയമന വിവാദം അത് കത്തി നിൽക്കുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഒരു കൂടിക്കാഴ്ച അതും തൃശൂർ രാമനിലയത്തിൽ നടന്നിരിക്കുന്നത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ടോ? പ്രജിൻ, മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം അത് വലിയ രീതിയിൽ സജീവമാകുന്നു. DCC എം.കെ. രാഘവനെതിരായ നിലപാട് കടുപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നിർണായക കൂടിക്കാഴ്ച തൃശൂർ രാമനിലയത്തിൽ ഉണ്ടായിരിക്കുന്നത്. പല രാഷ്ട്രീയ കൂടിക്കാഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള രാമനിലയമാണ് ഇന്ന് ഇപ്പോൾ ഈ മാടായി കോളേജ് വിവാദത്തിൽ കൂടി വീണ്ടും ഒരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ എം.കെ. രാഘവൻ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റു പരിപാടികളോ കാര്യങ്ങളോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവിടെ ഈ പൂരം വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതിനും നാളെ KP വിശ്വനാഥിന്റെ അനുസ്മരണമാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും വേണ്ടിയാണ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തിയത്. അതിനിടയിലാണ് നിലവിൽ എം.കെ. രാഘവൻ ഈ രമേശ് ചെന്നിത്തലയുടെ മുറിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. അതൊരു രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയാനുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഈ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവർ ഈ മുറിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇരുവരും ഈ ബാൽക്കണിയിലാണ്, നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന ഈ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നാണ് ഇരുവരും ഈ ചർച്ച നടത്തിയത്. മണിക്കൂർ നേരം ഇവർ ചർച്ച നടത്തുകയും ചെയ്തു. ഒരു സൗഹൃദ സംഭാഷണമാണെങ്കിൽ അടച്ചിട്ട മുറിയാണ്. സ്വാഭാവികമായ അവിടെ അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മുറിക്കകത്ത് ചർച്ച നടത്താമായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ബാൽക്കണിയിൽ നിന്നാണ് അദ്ദേഹം ഈ ചർച്ചകളെല്ലാം നടത്തിയത്. ഇരുവരും തമ്മിൽ അരമണിക്കൂറിലധികം നേരം സംസാരിച്ചു. നിലവിലെ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ് ചർച്ചയായതെന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണമാണ് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം ഈ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് അദ്ദേഹത്തിനോട് നമ്മൾ ഇതേപ്പറ്റി ചോദിച്ചു. അപ്പോൾ ചോദിച്ചത് എം.കെ. രാഘവനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്താണ് കാര്യം, തെറ്റ് എം.കെ. രാഘവൻ പാർട്ടിയുടെ മുതൽക്കൂട്ടാണ്, മറ്റു വിവാദങ്ങൾ പാർട്ടി പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ചെന്നിത്തലയുടെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം. എന്തായാലും മാടായി കോളേജ് വിവാദങ്ങൾക്കിടെ നിർണായക കൂടിക്കാഴ്ച, രാഷ്ട്രീയ കൂടിക്കാഴ്ച ഇപ്പോൾ തൃശൂർ രാമനിലയത്തിൽ നടന്നിരിക്കുന്നു. പ്രജിത്ത്, സൂരജ്, കണ്ണൂരിലെ വിവാദം, മാടായി കോളേജിലെ ഈ നിയമന വിവാദം അത് പല രീതിയിൽ കോൺഗ്രസിനെ ബാധിച്ചതാണ്. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസിന്റെ രാഷ്ട്രീയ വിഷയമായൊക്കെ അത് മാറിയതാണ്. പരസ്യമായി എം.കെ. രാഘവൻ എം.പിക്കെതിരെ പ്രവർത്തകർ രംഗത്ത് വരുന്നു. അതിൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതേ തുടർന്ന് DCC ഇടപെടുന്നു, പിന്നീട് KPCC ഇടപെടുന്നു. അവിടെ ഒരു 3 അംഗ സമിതി വരുന്നു. പിന്നീട് ഒരു താൽക്കാലിക വെടിനിർത്തലെന്നോണം പരസ്യ പ്രതികരണങ്ങൾ വേണ്ട, ഈ വിഷയം തൽക്കാലത്തേക്ക് ചർച്ചയാക്കേണ്ട എന്ന ഇതിലുള്ള തീരുമാനങ്ങളും വരുന്നു. പക്ഷേ ഈ നിമിഷത്തിൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ രമേശ് ചെന്നിത്തലയും എം.കെ. രാഘവനും MP-യും തമ്മിൽ സംസാരിക്കുന്ന നമ്മൾ കാണുന്നു. അതും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നു എന്ന് ഇപ്പോൾ സൂരജ് തന്നെ പറഞ്ഞല്ലോ. അവിടെ മറ്റു പ്രവർത്തകരൊക്കെ ഉണ്ട്. പക്ഷെ അവരിൽ നിന്ന് മാറി ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത്. ഈ കൂടിക്കാഴ്ച എത്ര നേരം നീണ്ടു നിന്നു? അത്തരം വിവരങ്ങളുണ്ടോ സൂരജ്? പ്രജിൻ, അരമണിക്കൂറിലധികം നേരം ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അത് നമ്മളും ഈ സമയത്ത്, ഈ യോഗം നടക്കുന്ന സമയത്ത് ഇതിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മാടായി കോളേജ് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് എം.കെ. രാഘവൻ ഈ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അദ്ദേഹത്തിന് ഇന്ന് മറ്റു പൊതുപരിപാടികളൊന്നും തന്നെ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നില്ല. രാവിലെ മുതൽ തന്നെ ഈ രാമനിലയത്തിൽ തന്നെ ഇദ്ദേഹം ചിലവഴിക്കുകയായിരുന്നു. അതായത് രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ മുതൽ എം.കെ. രാഘവൻ ഈ രാമനിലയത്തിൽ ചിലവഴിച്ചത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല ഇവിടേക്ക് എത്തുന്നു. അതിനുശേഷമാണ് ഈ രമേശ് ചെന്നിത്തലയുടെ മുറിയിലെത്തി അദ്ദേഹം ഈ നിർണായകമായ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിൽ പൊതുവിൽ ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ VD സതീശന് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾക്കെതിരായി കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു ചേരി രൂപപ്പെട്ടു വരുന്ന ഒരു സവിശേഷ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വ്യക്തമാണ് സൂരജ്. എന്തായാലും രമേശ് ചെന്നിത്തല അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ നടത്തിയതുമാണ്. ഈ രീതിയിലുള്ള കെട്ടുറപ്പ് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ട്, അതില്ലാതെ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള സന്ദേഹങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയതുമാണ് രമേശ് ചെന്നിത്തല. ആ സമയത്താണിപ്പോൾ എം.കെ. രാഘവൻ MP-യുമായുള്ള ഈ നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്.